ലെറ്റ് സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 22ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 701. ഡൈ സ്പെസിഫിക് പാറ്റേൺ ആയി ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഡൈ സ്പെസിഫിക് പാറ്റേണിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പാറ്റേണിൽ ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഉത്തരം പ്രിന്റിംഗ് ആണ്. ഫാബ്രിക്കിന്റെ സർഫേസിൽ സ്പെസിഫിക് ഡിസൈൻ, മോട്ടീഫ് അല്ലെങ്കിൽ പാറ്റേൺ ആയി കളർ ഡൈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രിന്റിങ്. ഡൈയിങ്ങിൽ എന്താണ്? ഫാബ്രിക് മുഴുവൻ ഒരേപോലെ കളർ ചെയ്യുമ്പോഴാണ് ഡൈയിങ് എന്ന് പറയുന്നത് അല്ലേ. പ്രിന്റിങ്ങിൽ ആവശ്യമായ ഭാഗത്ത് മാത്രമാണ് കളർ നൽകുന്നത് ഡിസൈൻ അനുസരിച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 702. വോവൻ ഫാബ്രിക്കിൽ ത്രെഡ് ഡയറക്ഷൻ എന്താണ് വിളിക്കുന്നത്? വോവൻ ഫാബ്രിക്കിലെ ത്രെഡിന്റെ ഡയറക്ഷൻ എന്താണ് വിളിക്കുന്നത്? ഗ്രെയിൻ. വോവൻ ഫാബ്രിക്കിൽ വാർപ്പ് വെഫ്റ്റ് ആണുകളുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ഗ്രെയിൻ ആയിട്ടാണ്. ഗാർമെന്റ് പാറ്റേണിൽ ശരിയായ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാൻ നമ്മൾ ഗ്രെയിൻ ലൈന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രെയിൻ ലൈൻ സാധാരണ വാർപ്പ് ഡയറക്ഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ 703. ഫാബ്രിക് 45 ആംഗിളിൽ കട്ട് ചെയ്യുന്നത് എന്താണ്? ഫാബ്രിക് 45 ആംഗിളിൽ കട്ട് ചെയ്യുന്നത് എന്താണ്? ബയാസ് കട്ട്. വാർപ്പ് വെഫ്റ്റ് ഡയറക്ഷനോട് ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ ഫാബ്രിക് കട്ട് ചെയ്യുന്നതാണ് ബയാസ് കട്ട് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനിൽ വോവൻ ഫാബ്രിക്കിന് കൂടുതൽ എന്തുണ്ടാവും? ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഡ്രേപ്പ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ 704. മാൻമെയ്ഡ് സെല്ലുലോസിക് ഫൈബർ ഏതാണ്? മാൻമെയ്ഡ് സെല്ലുലോസിക് ഫൈബർ എന്ന് പറയുന്നത് ഏതാണ്? റയോൺ ആണ്. നാച്ചുറൽ സെല്ലുലോസിനെ കെമിക്കൽ പ്രോസസ് വഴി റീജനറേറ്റ് ചെയ്ത് നിർമ്മിക്കുന്ന ഫൈബറാണ് റയോൺ. അതുകൊണ്ടാണ് ഇതിനെ മാൻമെയ്ഡ് സെല്ലുലോസിക് അല്ലെങ്കിൽ റീജനറേറ്റഡ് ഫൈബർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 705. ഗ്രീൻ, ബ്ലൂ എന്നീ നിറങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഓപ്ഷൻസിലെ ഗ്രീനും ബ്ലൂവും ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? കൂൾ കളേഴ്സ് ആണ്. ബ്ലൂ, ഗ്രീൻ, വയലറ്റ് തുടങ്ങിയ കളേഴ്സ് സാധാരണയായി കൂൾ കളേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ എന്താണ്? കാം, കൂൾ, പീസ്ഫുൾ ഫീലിംഗ് ആണ് നൽകുന്നത്. വാം കളേഴ്സ് എന്താണ്? അപ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നിവയാണ് പ്രധാന വാം കളേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 706. പോയിന്റ്സ് ക്രിയേറ്റ് ലൈൻസ് ആൻഡ് ലൈൻ ക്രിയേറ്റ് എന്താണ്? പോയിന്റ്സ് ക്രിയേറ്റ് ലൈൻ ആൻഡ് ലൈൻസ് ക്രിയേറ്റ് എന്താണ്? ഷേപ്സ്. ഡിസൈൻ എലമെന്റ്സിൽ പോയിന്റുകളുടെ തുടർച്ച എന്ന് പറയുന്ന ലൈൻ ഉണ്ടാക്കുകയും ലൈൻസ് ചേർന്ന് എന്താണ്? ഷേപ്സ് ആണ് രൂപപ്പെടുന്നത് അല്ലേ. 707. ഏറ്റവും ശക്തമായ വീവ് ഏതാണ്? ഓപ്ഷൻസിൽ ഏറ്റവും ശക്തമായ വീവ് എന്ന് പറയുന്നത് 12 വീവ് ആണ്. 12 വീവിൽ ഇന്റർലേസ്മെന്റ് സ്ട്രക്ചർ കാരണം നല്ല സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ അബ്രാഷൻ റെസിസ്റ്റൻസും ലഭിക്കുന്നുണ്ട്. ഡെനീം പോലെയുള്ള ഡ്യൂറബിൾ ഫാബ്രിക്സിൽ 12 വീവ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള 12 വീവ് ഏതാണ്? ഡെനീം ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, മസ്ലിൻ ഏത് വീവിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ്? മസ്ലിൻ ഏത് വീവിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ്? പ്ലെയിൻ വീവ്. മസ്ലിൻ ഒരു ലൈറ്റ് വെയ്റ്റ് ലൂസ്ലി വോവൻ കോട്ടൺ ഫാബ്രിക് ആണ്. സാധാരണയായിട്ട് പ്ലെയിൻ വീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 709. ഏറ്റവും പഴയ പ്രിന്റിംഗ് ടൈപ്പ് ഏതാണ്? ഏറ്റവും പഴയ ആൻഷ്യൻ പ്രിന്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലോക്ക് പ്രിന്റിംഗ് ആണ്. ഡിസൈൻ കൊത്തിയ വുഡൻ ബ്ലോക്ക് ഉപയോഗിച്ച് ഫാബ്രിക്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മോട്ടീവ്സ് പ്രിന്റ് ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡാണ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രിന്റിംഗ് നിങ്ങൾക്കറിയാം. ഓപ്ഷൻസ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. 710. കോട്ടൺ ഫൈനർ ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ 710. കോട്ടൺ ഫൈനർ ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്? കോമ്പിംഗ്. കോമ്പിംഗ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഫൈബേഴ്സിൽ നിന്ന് ഷോർട്ട് ഫൈബേഴ്സ്, നെബ്സ്, ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്ത് ലോങ് ഫൈബേഴ്സ് കൂടുതൽ പാരലൽ ആക്കുന്ന, ഇങ്ങനെ നമ്മൾ ചീവില്ലേ, മുടി ചീവി നമ്മൾ എല്ലാം എന്താ പറയുക, കെട്ടുകളും എല്ലാം നീക്കി മുടീനെ പാരലൽ ആക്കുന്ന പോലെ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോമ്പിംഗ് എന്ന് പറയുന്നത്. അതിനാൽ ഫൈൻ ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് നിർമ്മിക്കാൻ എന്താണ്? കോമ്പിംഗ് നിർബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ 711. ഡെനീം എന്താണ്? ഡെനീം എന്താണ്? കളേർഡ് ട്വിൽ കോട്ടൺ ഫാബ്രിക് ആണ് ഡെനീം എന്ന് പറയുന്നത്. ഡെനീം സാധാരണ എന്താണ്? കോട്ടൺ ട്വിൽ ഫാബ്രിക് ആണ്. സാധാരണ വാർപ്പിയാണ് ഇൻഡിഗോ ബ്ലൂ പോലെയുള്ള കളറിൽ ഡൈഡ് ആയിരിക്കും. ഡെനീമിന്റെ വാർപ്പിയാണ് എന്താണ്? ഇൻഡിഗോ ബ്ലൂ പോലെയുള്ള കളർ കൊണ്ട് ഡൈഡ് ആയിരിക്കും. അതുകൊണ്ട് കളേർഡ് ട്വിൽ കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത് എന്താണ്? ഡെനീം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 712. ഫ്ലാനൽ എന്താണ് ഫ്ലാനൽ എന്ന് പറയുന്നത് സോഫ്റ്റ് വൂളൻ ക്ലോത്ത് ആണ് അല്ലേ. ഫ്ലാനൽ ട്രഡീഷണലി സോഫ്റ്റ് ആയിട്ടുള്ള വാം നേബ്ഡ് ഫാബ്രിക് ആണ്. വൂൾ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചും ഫ്ലാനൽ നിർമ്മിക്കാൻ പറ്റും.
നമുക്ക് വൂളൻ, സോഫ്റ്റ് വൂളൻ ക്ലോത്ത് ആണ്. ഓപ്ഷനിൽ എന്താണ്? സോഫ്റ്റ് വൂളൻ ക്ലോത്ത് ആണ് ഫ്ലാനൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 713. ജാക്കറ്റ് എന്താണ്? ജാക്കറ്റ് എന്താണ്? ഷോർട്ട് കോട്ട്. ജാക്കറ്റ് സാധാരണ വേസ്റ്റ് ഓർ ഹിപ്പ് ഏരിയ വരെ വരുന്ന ഷോർട്ട് ഔട്ടർ ഗാർമെന്റ് ആണ്, കോട്ടാണ് എന്തെന്ന് പറയുന്നത്? ജാക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 714. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഫൈബർ ഏതാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഫൈബർ ഏതാണ്? കോട്ടൺ ആണ്. കോട്ടണിന് നല്ല കംഫർട്ട്, അബ്സോർബൻസി, ബ്രീത്തബിലിറ്റി, ഈസി ഡയബിലിറ്റി തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നത് കോട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 715. മൾട്ടി ഫിലമെന്റ് യാൺ എന്നത് എന്താണ്? മൾട്ടി ഫിലമെന്റ് യാൺ എന്നത് എന്താണ്? ബണ്ടിൽ ഓഫ് വെരി തിൻ യാൺസ്. ഒരുപാട് കണ്ടിന്യൂസ് ഫൈൻ ഫിലമെന്റ്സ് ചേർന്നാണ് മൾട്ടി ഫിലമെന്റ് യാൺസ് നിർമ്മിക്കുന്നത്. ബണ്ടിൽ ഓഫ് അല്ലെ, തിൻ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ഒരുപാട് യാൺസിന്റെ ബണ്ടിൽ, ഒരുപാട് കണ്ടിന്യൂസ് ഫൈൻ ഫിലമെന്റ്സ് ചേർത്ത് മൾട്ടി ഫിലമെന്റ് യാണ് നിർമ്മിക്കുന്നത്. ക്വസ്റ്റ്യൻ 716. ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹൈ മൊഡ്യൂലസ് ഫൈബർ എന്ന് പറയുന്നത് ഏതാണ്? ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹൈ മൊഡ്യൂലസ് ഫൈബർ എന്ന് പറയുന്നത് ഏതാണ്? ഓർഗാനിക് ഫൈബർ. ഹൈ സ്ട്രെങ്ത്, ഹൈ മൊഡ്യൂലസ് ഫൈബേഴ്സിൽ ചില ഹൈ പെർഫോമൻസ് ഓർഗാനിക് ഫൈബേഴ്സ് വളരെ ഉയർന്ന സ്ട്രെങ്ത്തും മൊഡ്യൂൾസ് കാണിക്കുന്നു. അതായത് ഹൈ സ്ട്രെങ്ത്തും ഹൈ മൊഡ്യൂലസ് ഫൈബർ എന്ന് പറയുന്നത് ഏതാണ്? ഓർഗാനിക് ഫൈബർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 717. പാരാച്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ ഏതാണ്? പാരാച്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് നൈലോൺ ആണ്. നൈലോണിന് ഹൈ സ്ട്രെങ്ത്, ലോ വെയിറ്റ്, അബ്രാഷൻ റെസിസ്റ്റൻസ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ പാരാച്യൂട്ട് ഫാബ്രിക്കിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? നൈലോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റൈലിൽ ആവശ്യമായ മോയ്സ്ചർ നൽകുന്ന പ്രോസസ്സ് എന്താണ്? ടെക്സ്റ്റൈലിൽ ആവശ്യമായ മോയ്സ്ചർ നൽകുന്ന പ്രോസസ്സ് എന്താണ്? കണ്ടീഷനിങ്. ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ യാൺസിന് ആവശ്യമായ മോയ്സ്ചർ റീഗൻ ആൻഡ് മോയ്സ്ചർ ഇക്വിലിബ്രിയം നൽകുന്ന പ്രോസസ്സാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതെന്താണ്? പ്രോസസ്സിങ്ങിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. മോയ്സ്ചർ അഡ്ജസ്റ്റ്മെന്റ്. കണ്ടീഷനിങ് ചെയ്യുന്നത് എന്താണ്? ആവശ്യമുള്ള മോയ്സ്ചർ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 719. കോട്ടൺ സ്കവറിംഗിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? കോട്ടൺ സ്കവറിംഗിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. കോട്ടൺ പ്രോസസ്സിംഗിൽ സ്കവറിംഗ് എന്ന് പറയുന്ന ആൽക്കലൈൻ ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ്? റെസിഡ്യൂൽ ആൽക്കലി ന്യൂട്രലൈസ് ചെയ്യാനും മിനറൽ സോൾട്ട്സ് നീക്കം ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മിനറൽ സോൾട്ടുകൾ നീക്കം ചെയ്യാനും ആസിഡ് ട്രീറ്റ്മെന്റ് നൽകുന്ന പ്രോസസ്സാണ് സ്കവറിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ സ്കവറിംഗിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. മിനറൽ സോൾട്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്കവറിംഗ് നമ്മൾ ഡേർട്സും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു നമ്മൾ പറയും, പക്ഷെ ഓപ്ഷനിൽ മിനറൽ സോൾട്ട് എന്നുള്ള നെയിം ഉണ്ടെങ്കിൽ, അത് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കണം. മിനറൽ സോൾട്ട് റിമൂവ് ചെയ്യാനുള്ള ആസിഡ് ട്രീറ്റ്മെന്റ് ആണ് എന്ത്? സ്കവറിംഗ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. സിഞ്ചിങ് പ്രോസസ്സിൽ എന്താണ് റിമൂവ് ചെയ്യുന്നത്? സിഞ്ചിങ് പ്രോസസ്സിൽ എന്താണ്? പ്രൊട്രൂഡിങ് ഫൈബേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ ഫൈൻ ആയിട്ടുള്ള ഫൈബേഴ്സിനെ ഫ്ലെയിം ഉപയോഗിച്ച് കത്തിച്ച് ബേൺ ഓഫ് ചെയ്യുന്നതാണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. റിമൂവ് സർഫേസ് ഫൈബേഴ്സ് അല്ലെങ്കിൽ റിമൂവ് പ്രൊട്രൂഡിങ് ഫൈബേഴ്സ് ആണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. 721. കണ്ടിന്യൂസ് ബ്ലീച്ചിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജന്റ് ഏതാണ്? കണ്ടിന്യൂസ് ബ്ലീച്ചിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജന്റ് ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. മോഡേൺ ടെക്സ്റ്റൈൽ ബ്ലീച്ചിങ്ങിൽ കോട്ടൺ പോലുള്ള ഫൈബേഴ്സിന് ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O2. അടുത്ത ക്വസ്റ്റ്യൻ 722. യൂണിവേഴ്സൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂണിവേഴ്സൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടെക്സ് സിസ്റ്റം എന്ന് പറഞ്ഞത് എല്ലാ ഫൈബർ യാൺ ടൈപ്സിനും ഉപയോഗിക്കാവുന്ന യൂണിവേഴ്സൽ ഡയറക്റ്റ് കൗണ്ട് സിസ്റ്റം ആണ്. ഒരു ടെക്സ് എന്ന് പറയുന്നത് 1000 മീറ്റേഴ്സ് യാണിന്റെ മാസ് ഇൻ ഗ്രാംസ്, അതായത് 1000 മീറ്റേഴ്സ് യാൺസിന്റെ വെയിറ്റ് ഇൻ ഗ്രാംസ് ആണ് എന്ത്? ടെക്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻസിലെ ഡീനിയർ എന്താണ്? 9000 മീറ്ററിന്റെ ഗ്രാംസ്. മെയിൻലി ഫിലമെന്റ് ഫൈബർ ഫൈൻനെസ് അല്ലെങ്കിൽ എന്താണ്? ഫിലമെന്റ് ഫൈബറിന്റെ ഫൈൻനെസ് നോക്കുന്നത് എന്താണ്? 9000 മീറ്ററിന്റെ ഗ്രാംസ് ആണ് ഡീനിയർ എന്ന് പറയുന്നത്. ടെക്സ് എന്ന് പറയുന്നത്
1000 മീറ്റർ യാൺസിന്റെ മാസ് ഇൻ ഗ്രാംസ് ആണ്. യൂണിവേഴ്സൽ യാൺ നമ്പറിംഗ് സിസ്റ്റം ഏതാണ്? അപ്പോൾ ടെക്സ്. 723 കോട്ടൺ ഫൈബറിലുള്ള ഹോളോ സ്പേസ് ഏതാണ്? കോട്ടൺ ഡേ ഫൈബറിലുള്ള ഹോളോ സ്പേസ്. മെച്ചുവേർഡ് ആയിട്ടുള്ള കോട്ടൺ ഫൈബറിന്റെ സെൻട്രൽ കാണപ്പെടുന്ന ഹോളോ ആയിട്ടുള്ള കനാൽ അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ല്യൂമൻ. ല്യൂമൻ ആണ്. ബാക്കിയുള്ള കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ ഫൈബറിന്റെ സ്ട്രക്ചറൽ ലെയർ ആണ്. സ്ട്രക്ചറൽ ലെയർ എന്ന രീതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോട്ടെക്സ് എന്ന് പറയുന്നത്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പുറം സർഫേസ് ലെയർ ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. സെല്ലോ കോട്ടൺ ഫൈബറിന്റെ ഒരു സിംഗിൾ എലോങ്ങേറ്റഡ് സെല്ലാണ്. കോട്ടന്റെ സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എലോങ്ങേറ്റഡ് സിംഗിൾ സെല്ലാണ് കോട്ടൺ ഉള്ളത്. യൂണിസെൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 724 താഴെ പറയുന്നതിൽ യൂണിസെല്ലുലാർ ഫൈബർ ഏതാണ്? കോട്ടൺ. കോട്ടൺ ഫൈബറിന്റെ ഒരു സിംഗിൾ എലോങ്ങേറ്റഡ് പ്ലാൻ സെല്ലാണ്. അതുകൊണ്ട് കോട്ടണിനെ യൂണിസെല്ലുലാർ ഫൈബർ എന്നാണ് വിളിക്കുന്നത്. 725 വൂളിൽ ഉള്ള പ്രോട്ടീൻ ഏതാണ്? വൂളിലുള്ള പ്രോട്ടീൻ ഏതാണ്? കെരാറ്റിൻ. വൂൾ ഒരു അനിമൽ പ്രോട്ടീൻ ഫൈബർ ആണ്. ഇതിലെ പ്രധാന പ്രോട്ടീൻ കെരാറ്റിൻ ആണ്. കൊളാജൻ എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, പ്രധാന പ്രോട്ടീൻ അല്ല. ഫൈബ്രോണിൻ എന്താണ്? സിൽക്കിന്റെ പ്രധാന പ്രോട്ടീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 726. ചില ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചുമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടും വരുമ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. 726 ഡീഗമ്മിങ് സമയത്ത് റിമൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? സെറിസിൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റോ സിൽക്ക് ഫിലമെന്റിനെ കോട്ട് ചെയ്തിരിക്കുന്ന ഗം ലൈക്ക് പ്രോട്ടീൻ ആണ് സെറിസിൻ എന്ന് പറയുന്നത്. ഡീഗമ്മിങ് പ്രോസസ്സിൽ സെറിസിൻ നീക്കം ചെയ്ത് സ്മൂത്ത് ലസ്ചറസ് സിൽക്ക് ലഭിക്കുന്നു. ഡീഗമ്മിങ് എന്ന് പറഞ്ഞാൽ സെറിസിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. 727 ഷോർട്ട് ലെങ്ത് മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്താണ് വിളിക്കുന്നത്? ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ള മാൻമെയ്ഡ് യാൺസിനെ എന്താണ് വിളിക്കുന്നത്? സ്പൺ യാൺ. മാൻമെയ്ഡ് ഫൈബേഴ്സിനെ സ്റ്റേപ്പിൾ ലെങ്ത്തിൽ കട്ട് ചെയ്ത് അവയെ സ്പിൻ ചെയ്ത് യാൺ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ യാൺ ആക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? സ്പൺ യാൺ ആണ്. ഫിലമെന്റ് യാൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലോങ് ഫിലമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള യാണാണ് ഫിലമെന്റ് യാൺ എന്ന് പറയുന്നത്. ടെക്സ്ചേർഡ് യാൺ എന്താണ്? ഫിലമെന്റ് യാൺസിന് ബൾക്ക് അല്ലെങ്കിൽ സ്ട്രെച്ച് നൽകാൻ മോഡിഫൈ ചെയ്ത യാണാണ്. കോറിയാൺ എന്ന് പറഞ്ഞാൽ ഒരു കോറിയാൺ അല്ലെങ്കിൽ ഫൈബറിനെ ചുറ്റും വേറൊരു ഫൈബർ ഉപയോഗിച്ച് യാൺ കവർ ചെയ്യുന്ന സ്ട്രൈപ്പ് സ്ട്രക്ചറാണ് കോറിയാൺ എന്ന് പറയുന്നത്. ഒരു സെന്ററിൽ ഒരു കോറും അതിൻ്റെ ചുറ്റും വീണ്ടും യാൺ കവർ ചെയ്തിട്ട് മറ്റൊരു ഫൈബർ ഉപയോഗിച്ചിട്ട് ഉള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കോറിയാൺ എന്ന് പറയുന്നത്. 728 സ്പിന്നിങ് എന്നത് എന്താണ്? ട്വിസ്റ്റിംഗ്. ഫൈബേഴ്സിനെ ഡ്രാഫ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് നൽകി യാണാക്കി മാറ്റുന്ന പ്രോസസ്സാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 729 ഫാബ്രിക് ഫുൾനെസ് കൺട്രോൾ ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുന്ന ട്രയാങ്കുലർ ഫോൾഡ് എന്താണ്? ഫാബ്രിക്കിന്റെ ഫുൾനെസ് കൺട്രോൾ ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുന്ന ട്രയാങ്കുലർ ഫോൾഡ് എന്താണ്? ഡാർട്സ്. ഗാർമെന്റിൽ ഫാബ്രിക് ഫുൾനെസ് റിമൂവ് ചെയ്ത് ബോഡി ഷേപ്പിനനുസരിച്ച് ഫിറ്റ് നൽകാൻ സ്റ്റിച്ച് ചെയ്യുന്ന ട്രയാങ്കുലർ ഫോൾഡ് എന്താണ്? ഡാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 730 ഫൈബേഴ്സ് ഡയറക്ട്ലി ഫാബ്രിക് ആക്കുന്നതിന്റെ പ്രോസസ്സ് എന്താണ്? ഫൈബേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഫാബ്രിക് ആക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഫെൽറ്റിംഗ്. ഫൈബേഴ്സ് ഡയറക്ട്ലി ഫാബ്രിക് ആക്കുന്ന പ്രോസസ്സ് എന്താണ്? ഫെൽറ്റിംഗ്. ഫെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സിനെ യാൺ ആക്കാതെ തന്നെ മോയ്സ്ചർ, ഹീറ്റ്, പ്രഷർ ഉപയോഗിച്ചിട്ട് ഇന്റർലോക്ക് ചെയ്ത് ഫാബ്രിക് ലൈക്ക് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫെൽറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 731 ഫ്ലാക്സ് ഏത് ഫൈബറാണ്? ഫ്ലാക്സ് ഏതാണ്? സെല്ലുലോസിക് ഫൈബറാണ്. ഫ്ലാക്സ് പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്ന് ലഭിക്കുന്ന ബാസ്റ്റ് ഫൈബറാണ് ഫ്ലാക്സ്. അപ്പോൾ ഇതിന്റെ പ്രധാന കോൺസ്റ്റുവന്റ് എന്താണ്? സെല്ലുലോസ് ആണ്. മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ എന്താണ്? പ്രോട്ടീൻ ആയിരിക്കും. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും? സെല്ലുലോസ് ആയിരിക്കും. 732 ക്വസ്റ്റ്യൻ ടെക്സ്റ്റൈലിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? ബേസിക് യൂണിറ്റ് ഏതാണ്? ഫൈബർ ആണ് അല്ലെ. ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിന്റെ അടിസ്ഥാന ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഫൈബർ ആണ്. ഫൈബേഴ്സ് ചേർന്ന് യാൺ ഉണ്ടാക്കുന്നു. യാൺസ് ഉപയോഗിച്ച് ഫാബ്രിക് നിർമ്മിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 733 ടെക്സ്റ്റൈലിൽ ക്രിയേറ്റിവിറ്റി എന്താണ് വിളിക്കുന്നത്? ടെക്സ്റ്റൈലിൽ ക്രിയേറ്റിവിറ്റി എന്താണ് വിളിക്കുന്നത്? ഡിസൈനിങ്. ഐഡിയാസ്, കളേഴ്സ്, ലൈൻസ്, ഷേപ്സ്, മോട്ടീവ്, ടെക്സ്ചർ എന്നിവ നമ്മൾ ക്രിയേറ്റീവ്ലി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഗാർമെന്റ് കോൺസെപ്റ്റ് സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിസൈനിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 734 ഗ്രേ ക്ലോത്ത് എന്താണ്? ഗ്രേ ക്ലോത്ത് എന്താണ്? അൺഫിനിഷ്ഡ് ഫാബ്രിക്. വീവിങ് അല്ലെങ്കിൽ നിറ്റിങ് കഴിഞ്ഞ് ഡൈയിങ്, പ്രിന്റിംഗ്, ഫിനിഷിംഗ് തുടങ്ങിയ വെറ്റ് ഫിനിഷിംഗ് പ്രോസസ്സ് ഒന്നും ചെയ്യാതെ
ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫാബ്രിക്കിനെയാണ് നമ്മൾ ഗ്രേ ഗുഡ്സ് അല്ലെങ്കിൽ ഗ്രേ ഫാബ്രിക് അല്ലെങ്കിൽ എന്താണ് അൺഫിനിഷ്ഡ് ഫാബ്രിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 735. ഇൻഡിവിജ്വലായി നിർമ്മിക്കുന്ന ഗാർമെന്റ്സ് എന്താണ് വിളിക്കുന്നത്? ഇൻഡിവിജ്വലായി നിർമ്മിക്കുന്ന ഗാർമെന്റ്സിനെ എന്താണ് വിളിക്കുന്നത്? ഹോട്ട് കുട്ടൂർ എന്നാണ് വിളിക്കുന്നത്. ഇൻഡിവിജ്വൽ ക്ലയന്റിനെ മെഷർമെന്റ്സ് ആൻഡ് റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ഹൈലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഗാർമെന്റ്സ് നിർമ്മിക്കുന്ന ഹൈ ഫാഷൻ വിഭാഗമാണ് ഹോട്ട് കുട്ടൂർ എന്ന് പറയുന്നത്. അടുത്തത് 736. ഷെഡ് വഴി വെഫ്റ്റ് കടത്താൻ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണ്? ഷെഡ് വഴി വെഫ്റ്റ് കടത്താൻ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണ്? ഷട്ടിലാണ്. ട്രഡീഷണൽ ഷട്ടിൽ ലൂമിൽ ഷട്ടിൽ വെഫ്റ്റ് യാൻസിനെ ഷെഡിന്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ക്യാരി ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത് അല്ലേ. വെഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത് ഷട്ടിൽ. വെൽവെറ്റ്, നിറ്റഡ് ഫാബ്രിക്സ് എന്നിവയിൽ മാർക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? വെൽവെറ്റ്, നിറ്റഡ് ഫാബ്രിക്സ് എന്നിവയിൽ മാർക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസിലെ ഏതാണെന്ന് നോക്കാം. ടാക്കിംഗ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡോ ട്രാൻസ്ഫർ ബൈ അയണിങ്ങോ കാർബൺ മെത്തേഡോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെൽവെറ്റ്, നിറ്റഡ് ഫാബ്രിക്സ് പോലുള്ള ഫാബ്രിക്സിൽ സർഫേസ് ടെക്സ്ചർ കാരണം ഓർഡിനറി മാർക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടാക്കിംഗ് സ്റ്റിച്ചസ് ഉപയോഗിച്ച് പാറ്റേൺ മാർക്കിംഗ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അനുയോജ്യമായിട്ടുള്ള രീതി. 738. പാച്ച് പോക്കറ്റ് ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? പാച്ച് പോക്കറ്റ് ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? സ്ലിപ്പ് സ്റ്റിച്ച് ആണ് അല്ലേ. പാച്ച് പോക്കറ്റിന്റെ ഫോൾഡഡ് എഡ്ജ് ഗാർമെന്റിലേക്ക് നിയർലി ഇൻവിസിബിൾ ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. 739. ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഫ്രഞ്ച് കർവ്. പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ ആം ഹോൾ, നെക്ക് ലൈൻ, ഹിപ്പ് പോലെയുള്ള വളഞ്ഞ ലൈൻസ്, കേർവ്ഡ് ലൈൻസ് രൂപപ്പെടുത്താനും ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഫ്രഞ്ച് കർവ് ആണ്. 740. റോളർ ഉപയോഗിച്ച് അയണിങ് ചെയ്യുന്നത് ഏത് ഫാബ്രിക്കിനാണ്? റോളർ ഉപയോഗിച്ച് അയൺ ചെയ്യുന്നത് ഏത് ഫാബ്രിക്കിനാണ്? വൂള്. വൂൾ ഗാർമെന്റ്സിൽ റോളർ പ്രസ്സിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് ഫാബ്രിക് ഷേപ്പും സർഫേസും കെയർഫുള്ളി പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കാലിന്റെ അകത്തെ ഭാഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലെഗ് ഷേപ്പർ ആണ് അല്ലേ. ട്രൗസർ, പാൻ, പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ ലെഗിന്റെ ക്രോച്ച് ആൻഡ് കർവ്ഡ് ഏരിയാസ് ഷേപ്പ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ലെഗ് ഷേപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 742. പിന്നുകൾ ചിതറാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പിൻ കുഷ്യൻ. സൂയിങ് പിൻസ്, നീഡിൽസ് സുരക്ഷിതമായി സ്റ്റോറായി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാഡഡ് ടൂളാണ് പിൻ കുഷ്യൻ എന്ന് പറയുന്നത്. 743. ക്വസ്റ്റ്യൻ, ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്ലോത്ത് ഓപ്പൺ എഡ്ജസ് സ്റ്റിച്ച് ചെയ്യാനല്ലേ. ഫാബ്രിക്കിന്റെ റോ ആയിട്ടുള്ള ഓപ്പൺ എഡ്ജസ് നൂല് ഊരി പോകുന്നത്, അതായത് ഫ്രെയിങ് തടയാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റിച്ച് ആണ് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ച് ഏതാണ്? 744. ക്വസ്റ്റ്യൻ, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ച് ഏതാണ്? ഫെദർ സ്റ്റിച്ച്. ഫെദർ സ്റ്റിച്ച് ഒരു ഡെക്കറേറ്റീവ് എംബ്രോയിഡറി സ്റ്റിച്ചാണ്. അതിൻ്റെ ബ്രാഞ്ചിങ് സ്ട്രക്ചർ ഏകദേശം ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് വിഷ്വലി സാമ്യമുള്ള രീതിയിലാണുള്ളത്. ക്വസ്റ്റ്യൻ 745. സ്ലീവ് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ബോർഡ് ഏതാണ്? സ്ലീവ്സ് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണ്? സ്ലീവ് ബോർഡ്. സ്ലീവ്സ് പോലെയുള്ള നാരോ ട്യൂബുലാർ ആയിട്ടുള്ള ഗാർമെന്റ് സെക്ഷൻസ് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ പാഡഡ് ബോർഡാണ് സ്ലീവ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഞ്ച് ടേപ്പിന്റെ നീളം എത്ര? ഇഞ്ച് ടേപ്പിന്റെ നീളം എത്രയാണ്? ടൈലറിംഗിൽ കോമൺലി ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പ് 60 ഇഞ്ചസ് ആണ്. 5 ഫീറ്റ് നീളമുള്ളത് 60 ഇഞ്ചസ് ആണ് ഇഞ്ച് ടേപ്പിന്റെ നീളം എന്ന് പറയുന്നത്. 747. പ്രസ് ചെയ്യുമ്പോൾ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പ്രസ് ചെയ്യുമ്പോൾ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പോഞ്ച് ആണ്. പ്രസ്സിങ് സമയത്ത് ചെറിയ അളവിൽ മോയ്സ്ചർ നൽകാൻ ഡാമ്പ് സ്പോഞ്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡാമ്പ് ചെയ്യാനായിട്ട് മോയ്സ്ചർ റിങ്കിൾസ്, ഈസി ആയിട്ട് ഈ മോയ്സ്ചർ റിങ്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് മോയ്സ്ചർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രസ്സിങ് ഈസിയർ ആക്കാനും, അയൺ ചെയ്യുന്നത് ഈസിയർ ആക്കാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കസൂട്ടി എംബ്രോയിഡറി പ്രശസ്തമായ സംസ്ഥാനം ഏത്? കസൂട്ടി എംബ്രോയിഡറിയുടെ പ്രശസ്തമായ കസൂട്ടി എംബ്രോയിഡറിക്ക് അല്ലെങ്കിൽ കസൂട്ടി എംബ്രോയിഡറിക്ക് പ്രശസ്തമായ സംസ്ഥാനം ഏതാണ്? കർണാടക. കസൂട്ടി കർണാടകയിലൊരു ട്രഡീഷണൽ കൗണ്ടഡ് ത്രെഡ് എംബ്രോയിഡറി ആണ്. പ്രത്യേകിച്ച് ധർവാദ്,
ഹുബ്ബള്ളി പ്രദേശങ്ങളിലാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ധർവാദ്, ഹുബ്ബള്ളി പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കസൂട്ടി എംബ്രോയിഡറി കർണാടകയിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 749. ഈവൻ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഏതാണ്? ഈവൻ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഏതാണ്? തിൻ പോയിന്റഡ് ആണ്. ഈവൻ ബാസ്റ്റിംഗിൽ ഫാബ്രിക്കിൽ നീറ്റ് ആൻഡ് റെഗുലർ സ്റ്റിച്ചസ് ഉണ്ടാക്കാനായിട്ട് തിൻ ആൻഡ് ഷാർപ്പ് പോയിന്റഡ് നീഡിലാണ് ഉപയോഗിക്കുന്നത്. 750. പല ലെയേഴ്സ് ഉള്ള ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന ബാസ്റ്റിംഗ് ഏതാണ്? പല ലെയേഴ്സ് ഉള്ള ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന ബാസ്റ്റിംഗ് ഏതാണ്? ഡയഗണൽ ബാസ്റ്റിംഗ്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ള ഫാബ്രിക്സിനെ സ്റ്റേബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ഡയഗണൽ ബാസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. 751. ചിക്കൻ കാരിയിൽ ഉപയോഗിക്കുന്ന ത്രെഡ് ഏത്? ചിക്കൻ കാരിയിൽ ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? വൈറ്റ്. ട്രഡീഷണൽ ചിക്കൻ കാരി എംബ്രോയിഡറി സാധാരണയായിട്ട് വൈറ്റ് ത്രെഡിൽ വൈറ്റ് ഫാബ്രിക്കിൽ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് ഓൺ വൈറ്റ്. 752. പൂക്കളും ഇലകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? പൂക്കളും ഇലകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ലേസി ഡേസി, ചെറിയ പെറ്റൽസും സ്മോൾ ലീവ്സ് പോലെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ഉണ്ടാക്കാൻ ലേസി ഡേസി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. 753. ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആണ് അല്ലേ? ഷാഡോ വർക്കിൽ ഷീർ ഫാബ്രിക്സിന്റെ റിവേഴ്സ് സൈഡിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് സോഫ്റ്റ് ഷാഡോ എഫക്റ്റ് നൽകുന്ന രീതിയാണ്. ഷിയർ ആയിട്ടുള്ള, അതായത് അത്യാവശ്യം ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫാബ്രിക്സിന്റെ റിവേഴ്സ് സൈഡിൽ, ബാക്ക് സൈഡിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഷാഡോ ലൈക്ക് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 754. എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന കത്തി ഓർ സിസേഴ്സ്. എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സിസേഴ്സ് ഏതാണ്? ട്രിമ്മിങ് സിസേഴ്സ്. എംബ്രോയിഡറി വർക്കിൽ ത്രെഡ് എൻഡ്സ് നീറ്റ് ആയിട്ട് ട്രിം ചെയ്യാനായിട്ട് ചെറിയ ട്രിമ്മിങ് സിസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 755. പാറ്റേൺ മാർക്കിങ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാറ്റേൺ മാർക്കിങ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ട്രേസിംഗ് വീല്. പാറ്റേൺസിലെ ഡാട്ട്സ്, സീം ലൈൻസ്, കൺസ്ട്രക്ഷൻ മാർക്കിങ്സ് തുടങ്ങിയ ഫാബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേസിംഗ് വീല്. അടുത്ത ക്വസ്റ്റ്യൻ 756. സാറ്റിൻ സ്റ്റിച്ച് ഏത് തരത്തിലുള്ള എംബ്രോയിഡറി ആണ്? സാറ്റിൻ സ്റ്റിച്ച് ഏത് തരത്തിലുള്ള എംബ്രോയിഡറി ആണ്? ഫില്ലിംഗ് ആണ് അല്ലേ? ക്ലോസ് ആയിട്ടുള്ള പാരലൽ സ്റ്റിച്ചസ് ഉപയോഗിച്ച് ഒരു മോട്ടീഫിന്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. അതുകൊണ്ട് ഇതിനെ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 757. ചെറിയ സൂചിയിലേക്ക് നൂലിടാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ചെറിയ നീഡിലേക്ക് ത്രെഡ് ഇടാൻ സഹായിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ടൂൾ ഏതാണ്? നീഡിൽ ത്രെഡർ ആണ്. നീഡിൽ ഐ ചെറുതായിരിക്കുമ്പോൾ ത്രെഡ് എളുപ്പത്തിൽ ഐസിലൂടെ കടത്താൻ ഉപയോഗിക്കുന്ന ടൂളാണ് നീഡിൽ ത്രെഡർ എന്ന് പറയുന്നത്. 758. മോഡേൺ ആർട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടിഫ്സ് ഏതാണ്? മോഡേൺ ആർട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടിഫ്സ് ഏതാണ്? അബ്സ്ട്രാക്ട് മോട്ടിഫ്. അബ്സ്ട്രാക്ട് മോട്ടിഫ് ആണ് അല്ലേ? മോഡേൺ ആർട്ടിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനേക്കാൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ഫോംസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 759. ഫുൽക്കാരി എന്നത് എന്താണ്? ഫുൽക്കാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ വർക്ക്. ഫുൽക്കാരി എന്ന വാക്കിൽ തന്നെ ഫ്ലവർ വർക്ക് എന്ന അർത്ഥമുണ്ട്. പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി സ്റ്റൈലാണ് ഫുൽക്കാരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 760. കാന്ത എംബ്രോയിഡറി ഉത്ഭവിച്ചത് എവിടെയാണ്? കാന്ത എംബ്രോയിഡറി ഉത്ഭവിച്ചത് എവിടെയാണ്? ബംഗാളിലാണ് അല്ലേ? കാന്ത ഒരു ട്രഡീഷണൽ ബംഗാളി റണ്ണിങ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. ക്വിൽറ്റ് ട്രഡീഷൻ ആണ് അല്ലേ? ക്വിൽറ്റിന്റെ ട്രഡീഷൻ ആണത്. 761. വൂളൻ ക്ലോത്ത്സ് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ത്? വൂളൻ ക്ലോത്ത്സ് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? വാക്സ് ചോക്കാണ്. വൂളൻ ഫാബ്രിക്സിന്റെ സർഫേസിൽ ടെമ്പററി മാർക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? വാക്സ് ചോക്കാണ് ഉപയോഗിക്കുന്നത്. 762. തുണിയിൽ തുളയിടാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏത്? തുണിയിൽ തുളയിടാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? ഓൾ ആണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക്, ലെതർ പോലെയുള്ള മെറ്റീരിയൽസിൽ സ്മോൾ ഹോൾസ് ഉണ്ടാക്കാനും എൻലാർജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഹോൾസ് എൻലാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റഡ് ടൂളാണ് ഔൾ എന്ന് പറയുന്നത്. 763. ഹെമ്മിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് ഏത്? ഹെമ്മിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ അറ്റാച്ച്മെന്റ് ഏതാണ്? ഹെമ്മർ. ഫാബ്രിക് എഡ്ജ് ഫോൾഡ് ചെയ്ത് ഹെമ്മ് നീറ്റ്ലി ഫോം ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും സൂയിങ് മെഷീനിൽ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് ആണ് ഹെമ്മർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 764.
ഡാണിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? റണ്ണിങ് സ്റ്റിച്ച് ആണ് അല്ലേ. ഡാമേജ്ഡ് ഫാബ്രിക്സിന്റെ മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയ വാർപ്പ് ആൻഡ് വെഫ്റ്റ് പോലെ റിപ്പീറ്റഡ് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് റിപ്പയർ ചെയ്യുന്നതാണ് ഡാണിങ് എന്ന് പറയുന്നത്. 765 പാറ്റേൺ ടെംപ്ലേറ്റ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സിസേഴ്സ് ഏതാണ്? പാറ്റേൺ ഷിയേഴ്സ്. പേപ്പർ അല്ലെങ്കിൽ കാർഡ് പാറ്റേൺ പീസസ് ക്ലീൻ ആയി കട്ട് ചെയ്യാൻ പ്രത്യേകമായി ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണ് പാറ്റേൺ ഷിയേഴ്സ് എന്ന് പറയുന്നത്. 766 മെഷീൻ ബട്ടൺ ഹോൾസ് തുറക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? മെഷീൻ ഉപയോഗിച്ച് ചെയ്ത ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഓപ്പൺ ചെയ്യാനായിട്ട്, കെയർഫുള്ളി ഓപ്പൺ ചെയ്യാനായിട്ട് ഏതാണ്? സ്റ്റിച്ച് കട്ടർ ആണ് ഉപയോഗിക്കുന്നത്. 767 സൂയിങ് മെഷീന്റെ പ്രധാന സവിശേഷത എന്ത്? ഏതാണ്? ടോപ്പ് ആൻഡ് ലോവർ ത്രെഡ് ഇന്റർലിങ്ക്ഡ്. ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീനിൽ അപ്പർ ത്രെഡ് ആൻഡ് ബോബിൻ ത്രെഡും ഇന്റർലോക്ക് ചെയ്താണ് സ്റ്റിച്ച് ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോപ്പ് ആൻഡ് മേലേന്ന് വരുന്ന സ്പൂൾ ത്രെഡും ബോബിൻ ത്രെഡും തമ്മിലുള്ള ഇന്റർലിങ്ക് ചെയ്താണ് നമുക്ക് സ്റ്റിച്ച് ഫോം ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 768 സ്കിപ്ഡ് സ്റ്റിച്ചസിന്റെ കാരണം ഏതാണ്? സോറി, അതിന്റെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഏതാണ് നോക്കാം. സ്കിപ്ഡ് സ്റ്റിച്ചസിന് പല കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ. എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെൻഡ് ആയിട്ടുള്ള നീഡിൽ റോങ് നീഡിൽ ത്രെഡ് കോമ്പിനേഷൻ ഉണ്ടാവാം, ഇൻകറക്റ്റ് ത്രെഡിങ് ഉണ്ടാവാം, നീഡിൽ നോട്ട് പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല തുടങ്ങിയവയൊക്കെ ആയിരിക്കും. ഓപ്ഷൻസിൽ അത് വന്നിട്ടില്ല കേട്ടോ, ക്ഷമിക്കണം. അടുത്തത് 769 നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരെന്താണ്? ത്രോട്ട് പ്ലേറ്റ്. സൂയിങ് മെഷീൻ നീഡിൽ താഴെ ഫീഡ് ഡോഗ് ഓപ്പണിംഗ് ഉള്ള മെറ്റൽ പ്ലേറ്റ് ആണ് നീഡിൽ പ്ലേറ്റ്. ഇതിനെ ത്രോട്ട് പ്ലേറ്റ് എന്നും വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 770 ഫീഡ് ഡോഗിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലോത്ത് ഫോർവേഡ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഫീഡ് ഡോഗ് നീഡിൽ പ്ലേറ്റിന്റെ താഴെ നിന്ന് ഉയർന്ന് ഫാബ്രിക്കിനെ ഫോർവേഡ് ഡയറക്ഷനിൽ സ്റ്റിച്ച് ലെങ്ത് അനുസരിച്ച് മൂവ് ചെയ്യാൻ സഹായിക്കുന്നൊരു ഭാഗമാണ്. 771 സൂയിങ് ചെയ്യുന്നതിന് മുൻപ് താഴെ ആയിരിക്കേണ്ട ഭാഗം ഏതാണ്? പ്രസർ ഫുട്ട്. സൂയിങ് തുടങ്ങുന്നതിന് മുന്നേ പ്രസർ ഫുട്ട് താഴ്ത്തി ഫാബ്രിക്കിനെ ഹോൾഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലേ, സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 772 നീഡിൽ പിടിച്ചു നിർത്തുന്ന ഭാഗം ഏതാണ്? നീഡിൽ ക്ലാമ്പ്. നീഡിലിനെ സൂയിങ് മെഷീന്റെ നീഡിൽ ബാറിൽ സെക്യൂർ ആയി പിടിച്ചു നിർത്തുന്ന ഭാഗമാണ് നീഡിൽ ക്ലാമ്പ് എന്ന് പറയുന്നത്. 773 അൺഈവൻ സ്റ്റിച്ച് ലെങ്ത്തിന്റെ ഇൻകറക്റ്റ് കാരണം ഏത്? സ്റ്റിച്ച് ലെങ്ത്തിന്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കോസ് എന്താണ്? സെലക്ട് കറക്റ്റ് നീഡിൽ തിരഞ്ഞെടുക്കുന്നത് ജനറലി അൺഈവൻ സ്റ്റിച്ച് ലെങ്ത്തിന്റെ ഇൻകറക്റ്റ് കോസ് ആണ്. മറിച്ച് പ്രോപ്പർ നീഡിൽ സെലക്ഷൻ സൂയിങ് ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. 774 ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓപ്ഷൻസിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഫീഡ് ഡോഗ്. പ്രസർ ഫുഡ് നീഡിൽ ബാർ ടേക്കപ്പ് ലിവർ ഇതൊന്നും അല്ല, ഫീഡ് ഡോഗ് ആണ് ഓഡ് വൺ ഔട്ട്. പ്രസർ ഫുഡ് നീഡിൽ ബാർ ടേക്കപ്പ് ലിവർ എന്നിവ സൂയിങ് മെഷീന്റെ അപ്പർ മെക്കാനിസമിനോട് ബന്ധപ്പെട്ട പാർട്സ് ആണ്. ഫീഡ് ഡോഗ് എന്ന് പറയുന്നത് ലോവർ ഫീഡ് മെക്കാനിസമിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 775 1790 സൂയിങ് മെഷീൻ കണ്ടുപിടിച്ചത് ആര്? 1790 സൂയിങ് മെഷീൻ കണ്ടുപിടിച്ചത് തോമസ് സെയിന്റ് ആണ് കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 776 നീഡിൽ ആൻഡ് ടേക്കപ്പ് ലിവർ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഹാൻഡ് വീൽ ആണ്. ഹാൻഡ് വീൽ മാനുവലി തിരിക്കുമ്പോഴാണ് നീഡിൽ ബാറും ടേക്കപ്പ് ലിവർ മെക്കാനിസവും മൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 777 ഫ്ലൈ വീലിന്റെ മറ്റൊരു പേര് ഏതാണ്? ബാലൻസ് വീൽ. സൂയിങ് മെഷീനിൽ ഫ്ലൈ വീലിനെ ബാലൻസ് വീൽ എന്നും വിളിക്കുന്നു. ഇത് ഹാൻഡ് വീലായി മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു വീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 778 പ്രസർ ഫുട്ടിന്റെ പ്രധാന ഫംഗ്ഷൻ ഏത്? ഫാബ്രിക് ഹോൾഡിംഗ് അറ്റ് ഡെഫിനിറ്റ് പ്ലേസസ്. എന്താണ്? സൂയിങ് സമയത്ത് ഫാബ്രിക്കിനെ നീഡിൽ പ്ലേറ്റിനോട് ഫേംലി ഹോൾഡ് ചെയ്യുന്നതാണ് പ്രസർ ഫുട്ടിന്റെ എന്തെന്ന് പറയുന്നത്? പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂയിങ് സമയത്ത് അല്ലേ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഒരു റിവിഷൻ പോലെ ഞങ്ങൾ കേട്ടോളൂ.
നീഡിൽ പ്ലേറ്റിന്റെ താഴെയുള്ള ടീത്ത് ഏതാണ്? നീഡിൽ പ്ലേറ്റിന്റെ താഴെയുള്ള ടീത്ത് എന്താണ്? ഫീഡ് ഡോഗ്. നീഡിൽ പ്ലേറ്റിന്റെ ഓപ്പണിംഗിൽ നിന്ന് ചെറിയ ടീത്ത് പോലെയുള്ള മുകളിലേക്ക് വരുന്ന മെക്കാനിസമാണ് ഫീഡ് ഡോഗ് എന്ന് പറയുന്നത്. ഫാബ്രിക് മുന്നോട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. 780. ബോബിൻ കേസ് പിടിച്ച് ലൂപ്പ് ഉണ്ടാക്കുന്ന ഭാഗം ഏത്? ബോബിൻ കേസ് പിടിച്ച് ലൂപ്പ് ഉണ്ടാക്കുന്ന ഭാഗം ഏതാണ്? ഷട്ടിൽ. ട്രഡീഷണൽ സൂയിങ് മെഷീനിൽ ബോബിൻ കേസ് അല്ലെങ്കിൽ ബോബിനെ ക്യാരി ചെയ്യുന്ന ഷട്ടില് അപ്പർ ത്രെഡ് ലൂപ്പിനെ ക്യാച്ച് ചെയ്ത് സ്റ്റിച്ച് ഫോർമേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന ഭാഗമാണ്. 781. ക്ലച്ച് അല്ലെങ്കിൽ തം സ്ക്രൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലച്ച് അല്ലെങ്കിൽ തം സ്ക്രൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് മെക്കാനിസം. അതായത് ബോബിൻ വൈൻഡിങ് സമയത്ത് നീഡിൽ മെക്കാനിസം ടെമ്പററി ഡിസെൻഗേജ് ചെയ്യാനും വീണ്ടും എൻഗേജ് ചെയ്യാനും ക്ലച്ചിന്റെ തം സ്ക്രൂ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ക്ലച്ച് അല്ലെങ്കിൽ തം സ്ക്രൂ, അതായത് ബോബിൻ വൈൻഡിങ് സമയത്ത് നമുക്ക് നീഡിലൊന്നും ഇങ്ങനെ മൂവ് ചെയ്യാതെ നമ്മൾക്ക് ബോബിൻ വൈൻഡ് ചെയ്യാൻ മാത്രമായിട്ടും നമുക്ക് ടെമ്പററി ആയിട്ട് ഡിസെൻഗേജ് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ സ്റ്റിച്ചിങ് സമയത്ത് അത് എൻഗേജ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു ഭാഗമാണ് ക്ലച്ച് അല്ലെങ്കിൽ തം സ്ക്രൂ എന്ന് പറയുന്നത്. 782. അപ്പർ ത്രെഡ് ബ്രേക്ക് ആവുമ്പോഴുള്ള പരിഹാരം ഏത്? അപ്പർ ത്രെഡ് ബ്രേക്ക് ആവുമ്പോൾ പരിഹാരം ഏതാണ്? സെലക്ട് പ്രോപ്പർ ത്രെഡ് ആൻഡ് നീഡിൽ. അപ്പർ ത്രെഡ് ബ്രേക്കേജ് ഉണ്ടാവുമ്പോൾ കറക്റ്റ് നീഡിൽ ത്രെഡ് കോമ്പിനേഷൻ, ത്രെഡിങ് ആൻഡ് ടെൻഷൻ നമ്മൾ പരിശോധിക്കണം അല്ലേ? പ്രോപ്പർ ത്രെഡ് ആൻഡ് നീഡിൽ. ക്വസ്റ്റ്യൻ 783. ബോബിൻ കേസ് ഇടാനും എടുക്കാനുമുള്ള പ്ലേറ്റ് ഏത്? ബോബിൻ കേസ് ഇടാനും എടുക്കാനും ഏതാണ്? സ്ലൈഡ് പ്ലേറ്റ്. ബോബിൻ ഏരിയ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സൈഡ് അല്ലെങ്കിൽ സൈഡ് പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 784. സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്നത് ഏതാണ്? സ്റ്റിച്ച് റെഗുലേറ്റർ. മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സഹായിക്കുന്ന ഭാഗം ഏതാണ്? സ്റ്റിച്ച് റെഗുലേറ്റർ. 785. നീഡിലിന്റെ മുകളിലെ ഭാഗം ഏതാണ്? നീഡിലിന്റെ മുകളിലെ ഭാഗം ഏതാണ്? ഷാങ്ക് ആണ് അല്ലെ? നീഡിലിന്റെ ഏറ്റവും മുകളിലുള്ള തിക്കായിട്ടുള്ള പാർട്ട് മെഷീൻ നീഡിൽ ബാറിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഷാങ്ക് എന്ന് പറയുന്നത്. 786. 2 കോൺകേവ് ഡിസ്ക്സ് ചേരുന്ന ഭാഗം. 2 കോൺകേവ് ഡിസ്ക്സ് ചേരുന്ന ഭാഗം ഏതാണ്? ടെൻഷൻ ഡിസ്ക്. 2 കോൺകേവ് ഡിസ്ക് ചേർന്ന ഭാഗം അപ്പർ ത്രെഡ് മെക്കാനിസം, അപ്പർ ത്രെഡ് ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കോൺകേവ് ഡിസ്ക് ആണ് ടെൻഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. ത്രെഡ് ഇതിന്റെ ഇടയിലൂടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് ത്രെഡിന്റെ ടെൻഷൻ കൂട്ടാനും കുറയ്ക്കാനുമായിട്ടും സാധിക്കും അല്ലേ? 787. ടോപ്പ് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ടോപ്പ് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഡബിൾ നീഡിൽ. ഗാർമെന്റ് സർഫേസിൽ 2 പാരലൽ റോസ് ഓഫ് ടോപ്പ് സ്റ്റിച്ചിങ് ഒരേ സമയം ഉണ്ടാക്കാൻ നമുക്ക് ഡബിൾ നീഡിൽ മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 788. നെയ്ത്ത് ഫാബ്രിക് നിർമ്മിക്കുന്നത് ഡാഷ് മുഖേനയാണ്. നെയ്ത്ത് ഫാബ്രിക് നിർമ്മിക്കുന്നത് എന്താണ്? ഇന്റർലേസിങ്. വാർപ്പും വെഫ്റ്റ് യാൺസ് പരസ്പരം ഇന്റർലേസ് ചെയ്ത് വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്ന രീതിയാണ് വീവിംഗ് എന്ന് പറയുന്നത്. 789. കോണിൽ 2 എഡ്ജസ് ചേർക്കുന്ന രീതി എന്ത് വിളിക്കുന്നു? കോണിൽ 2 എഡ്ജുകൾ ചേർക്കുന്ന രീതി എന്ത് വിളിക്കുന്നു? മീറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത്. 2 ഫാബ്രിക് എഡ്ജസ് അല്ലെങ്കിൽ കോർണേഴ്സിനെ ഡയഗണൽ സീം ഉപയോഗിച്ച് നീറ്റ് കോർണറായി ജോയിൻ ചെയ്യുന്ന ടെക്നിക്കാണ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. 790. ഡ്രേപ്പിംഗ് ടെക്നിക്കിന് ഏറ്റവും അനുയോജ്യമായ ഫാബ്രിക് ഏതാണ്? ഡ്രേപ്പിംഗ് ടെക്നിക്കിന് ഏറ്റവും അനുയോജ്യമായ ഫാബ്രിക് ഏതാണ്? മസ്ലിൻ. ഡ്രസ് ഫോമിൽ ഫാബ്രിക് ഡയറക്ട്ലി ഡ്രേപ്പ് ചെയ്ത് ഗാർമെന്റ് ഷേപ്പ് ഡെവലപ്പ് ചെയ്യാൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ വീവ് മസ്ലിൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 791. പാറ്റേൺ ലേഔട്ട് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നതിന് എന്ത് വിളിക്കുന്നു? പാറ്റേൺ ലേഔട്ട് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തതിന് എന്ത് വിളിക്കുന്നു? മാർക്കർ എന്ന് വിളിക്കുന്നു. ഫാബ്രിക്കിൽ പാറ്റേൺ പീസസ് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കാണിക്കുന്ന പ്ലാൻഡ് ലേഔട്ട് ആണ് മാർക്കർ എന്ന് പറയുന്നത് അല്ലേ? 792. ഗ്രെയിൻ ലൈൻ ഏത് ഡയറക്ഷനിലാണ് സൂചിപ്പിക്കുന്നത്? ഗ്രെയിൻ ലൈൻ ഏത് ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രെയിൻ ലൈൻ സൂചിപ്പിക്കുന്ന ഏത് ദിശയാണ്? വാർപ്പ് യാണിന്റെ ഡയറക്ഷനെയാണ് നമ്മൾ ഗ്രെയിൻ ലൈൻ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 793. ഗാർമെന്റിന്റെ ഭാഗങ്ങളുടെ മോഡൽ എന്ത് പറയുന്നു? ഗാർമെന്റിന്റെ ഭാഗങ്ങളുടെ മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? പാറ്റേൺ. ഗാർമെന്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഓരോ ഭാഗത്തിന്റെയും ഷേപ്പ് ആൻഡ് മെഷർമെന്റ് ഉള്ള ടെംപ്ലേറ്റ് ആണ് പാറ്റേൺ എന്ന് പറയുന്നത്. 794. താഴത്തെ ഭാഗം ഫ്ലെയർ ഉള്ള സ്ലീവ് ഏതാണ്? താഴത്തെ ഭാഗം ഫ്ലെയർ ഉള്ള സ്ലീവ് ഏതാണ്?
ബെൽ സ്ലീവ് ആണ് അല്ലേ, സ്ലീവിന്റെ ലോവർ പോർഷൻ ബെല്ല് പോലെ പുറത്തേക്ക് ഫ്ലെയർ ചെയ്യുന്ന സ്ലീവാണ് ബെൽ സ്ലീവ്. 795. നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരെന്താണ്? നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേര്, നീഡിലിന് താഴെയുള്ള മെഷീൻ പ്ലേറ്റിനെ ത്രോട്ട് പ്ലേറ്റ് എന്നും നീഡിൽ പ്ലേറ്റ് എന്നും നമ്മൾ വിളിക്കും. നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരെന്താണ്? ത്രോട്ട് പ്ലേറ്റ്. ക്വസ്റ്റ്യൻ 796. വയറിൽ നിന്നും ക്രോച്ച് വരെയുള്ള ദൂരം, വയറിൽ നിന്നും ക്രോച്ച് വരെയുള്ള ദൂരം ഏതാണ്? ക്രോച്ച് ഡെപ്ത് ആണ്. വേസ്റ്റ് ലൈനിൽ നിന്നും സിറ്റിംഗ് പൊസിഷനിൽ ക്രോച്ചിന്റെ ലെവൽ വരെയുള്ള വെർട്ടിക്കൽ മെഷർമെന്റ് ആണ് ക്രോച്ച് ഡെപ്ത് ആയിട്ട് നമ്മൾ പറയുന്നത്. 797. ഗാർമെന്റിൽ ഫിനിഷ് ചെയ്ത ഓപ്പണിംഗ് എന്താണ്? ഗാർമെന്റിൽ ഫിനിഷ് ചെയ്ത ഓപ്പണിംഗ് എന്താണ്? പ്ലാക്കറ്റ്. ഫിനിഷ്ഡ് ഓപ്പണിംഗ്. ഗാർമെന്റിൽ ഓപ്പണിംഗ് ഉണ്ടാക്കാനും ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റഡ് പാർട്ടാണ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. ബട്ടൺ, സിപ്പർ തുടങ്ങിയ ഫാസ്റ്റനേഴ്സ് പലപ്പോഴും പ്ലാക്കറ്റിൽ നമ്മൾ സ്ഥാപിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. 798. താഴെ കൊടുത്തവയിൽ ഒറ്റത്തരമല്ലാത്തത്, അതായത് ഓഡ് വൺ ഏതാണ്? ഓഡ് വൺ ഏതാണ്? ബോബിൻ ത്രെഡ്, ബോബിൻ വൈൻഡർ, ത്രെഡ് ഗൈഡ്, ടേക്കപ്പ് ലിവർ. ഏതാണ്? ബോബിൻ ത്രെഡ് ആണ്. ബോബിൻ ത്രെഡ് ഒരു ത്രെഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണല്ലേ. ബാക്കി ബോബിൻ വൈൻഡർ, ത്രെഡ് ഗൈഡ്, ടേക്കപ്പ് ലിവർ എല്ലാം എന്താണ്? സൂയിങ് മെഷീന്റെ പാർട്സ് അല്ലെങ്കിൽ മെക്കാനിസംസ് ആണ്. ബോബിൻ ത്രെഡ് മാത്രം എന്താണ്? ഒരു മെറ്റീരിയൽ ആണ് അല്ലെ, മെഷീനിന്റെ ഭാഗമല്ല. 799. വസ്ത്രം പരിചരിക്കുന്ന രീതി എന്ത് വിളിക്കുന്നു? വസ്ത്രം പരിചരിക്കുന്ന രീതി എന്താണ്? വസ്ത്രത്തിൽ ചെറിയ ഹോൾസോ ടിയേഴ്സോ അല്ലെങ്കിൽ കീറലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡാമേജ് റിപ്പയർ ചെയ്ത് പരിപാലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെൻഡിങ് എന്ന് പറയുന്നത്. മെൻഡിങ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് സൈസിങ്ങും ബ്ലീച്ചിങ്ങും ട്രിമ്മിങ് എല്ലാം പല തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 800ാമത്തെ ക്വസ്റ്റ്യൻ, അലങ്കാരപ്രദമായ ഘടകം ഏത്? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിലെ അലങ്കാരപ്രദമായ ഘടകം ഏതാണ്? ടക്സ്. ഫാബ്രിക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്ന ടക്സ് ഫങ്ഷണൽ പേർപ്പസിനൊപ്പം തന്നെ എന്താണ്? ഒരു ഡെക്കറേറ്റീവ് എഫക്റ്റും കൂടി നൽകുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ള ഹെമ്മും പ്ലാക്കറ്റും ഡാർട്ട്സ് ഒന്നും അലങ്കാരപ്രദമല്ല. മെയിൻ അലങ്കാരപ്രദമായിട്ട് നമ്മൾ പറയുന്നില്ല. ഏതാണ്? ടക്സ് ആണ് ഡെക്കറേറ്റീവ് ഫോൾഡ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പേർപ്പസിന് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത്.